Hi friends, welcome to Commerce Bytes. I hope you people are all doing well. ആൻഡ് നമ്മളുടെ ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 12 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 11 പ്ലേലിസ്റ്റും പേപ്പർ 1-ന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ആൻഡ് ഒരെണ്ണം നമ്മൾ കൊമേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറേ അധികം യൂസ്ഫുൾ ആവുന്ന കുറേ അധികം പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 11 പ്ലേലിസ്റ്റിൻ്റെ ഉള്ളിൽ 2020, 2019, 2018, 2017 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒരു 20 പാർട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡെയിലി ടോപ്പ് മിനി സീരീസ് മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സീരീസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡെയിലി ടോപ്പ് മിനി സീരീസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഗോൾഡൻ സീരീസ്, റിസർച്ച് സീരീസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സീരീസ്, ഇത്ര സീരീസായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 95% പോർഷൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നമ്മൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ട്രെസ് ചെയ്ത് ഇത്ര കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ഔട്ട് ഓൾ ദ പ്ലേലിസ്റ്റ് ആൻഡ് വാച്ച് all the videos and note down all the tips and tricks which have mentioned in our YouTube channel. Okay, നമ്മളുടെ ഏതൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളുടെ വീഡിയോസിൽ 1 or 2 ടിപ്പോ ട്രിക്കോ നമ്മൾ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയാനുള്ള റീസൺ. ഓക്കെ, സോ ചാൻസ് വേസ്റ്റ് ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. നിങ്ങൾക്ക് കേരള സെറ്റ് 2021 ക്രാക്ക് ചെയ്യും. ഓക്കെ, സോ മൂവിങ് ടു ആ സെഷൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 5 ഓഫ് 2017 ഫെബ്രുവരി ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ, GER determines number of students enrolled at. Options are option A only primary, option B only secondary, option C primary and secondary level, and option D primary, pre-primary and higher education level. So what do you tell? What will be the answer? സോ ആൻസർ നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്നുള്ളത് നോക്കാം, അല്ലേ? ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് എൻറോൾമെൻറ്റ് ഇൻഡെക്സ്, ഇത് 2 ടേമും സെയിം തന്നെയാണ്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ടിൽ എഴുതിയിട്ടുള്ളൂ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇസ് സെയിം ആസ് ഗ്രോസ് എൻറോൾമെൻറ്റ് ഇൻഡെക്സ്. ഓക്കെ, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ ആൻഡ് ഫോർമലി ബൈ UN in its education index to determine number of students enrolled in a school at several different grade level like elementary, മിഡിൽ സ്കൂൾ ആൻഡ് ഹൈ സ്കൂൾ. അതായത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ടു ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ എങ്ങനെയാണ് ആ കുട്ടികളുടെ കാറ്റഗറി വന്നേക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുന്നത് എലിമെൻ്ററി, മിഡിൽ ക്ലാസ് ആൻഡ് അതുപോലെ തന്നെ ഹൈസ്കൂൾ, ഈ 3 സെക്ഷൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഓപ്ഷനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒൺലി പ്രൈമറി പറഞ്ഞിട്ടുണ്ട്. സോ ഒൺലി പ്രൈമറി അല്ല എന്ന് നമുക്കറിയാം. ആൻഡ് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒൺലി സെക്കൻഡറി. അപ്പോൾ ഒൺലി സെക്കൻഡറിയും അല്ല എന്ന് നമുക്കറിയാം. പിന്നെയോ ഓപ്ഷൻ സി നോക്കിയേ, primary and secondary level. So answer will be option C, that is primary and secondary level. കാരണം ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രീ പ്രൈമറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ലെവലാണ്. സോ അത് ഒരു കംപ്ലീഷൻ ഇല്ലാത്ത പോലെയല്ലേ, കുറച്ചും കൂടി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. അപ്പോൾ താഴത്തെ ലെവലും അതുപോലെ തന്നെ ഹയർ ലെവലും അവർ കവർ ചെയ്തിട്ടുണ്ട്. സോ വി വിൽ ബി ലോക്കിംഗ് ആൻസർ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലെവൽ. ഓക്കെ, സിമ്പിളാണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്നുള്ളത്. ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be treated as a barrier of communication? നമുക്ക് എല്ലാവർക്കും അറിയാം ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തെല്ലാമാണെന്ന് നമുക്കറിയാം. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ്, കനോട്ട് ബി ട്രീറ്റഡ് ആസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കനോട്ട് എന്നുള്ള വേർഡാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത്. കാരണം ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നല്ല,
cannot be treated as a barrier of communication എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ ആൻഡ് വ്യൂ പോയിൻറ്റ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും തമ്മിലുള്ള പെർസെപ്ഷനും, അതായത് അവരുടെ താല്പര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വ്യൂ പോയിൻറ്റും ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? അതെന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. അതൊരു ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അല്ലാതെ അതൊരു ബാരിയർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല സെൻഡറും റിസീവറും ഒരേ കൾച്ചറിൽ നിന്നുള്ള ആളായിരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. സോ അവിടെ കൾച്ചർ ഡിഫറൻസസ് ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റീസൺ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കാം. ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഓഫ് സെൻഡർ. ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഓഫ് സെൻഡർ. സെൻഡറിൻ്റെ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് നമ്മൾക്ക് അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്, അതൊരു ആവശ്യ ഘടകമാണ്. ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഓഫ് സെൻഡർ എന്ന് പറയുന്നതും ഒരു ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡി നോക്കാം, എക്സ്പെക്റ്റേഷൻ ഓഫ് റിസീവർ. ഈ ഒരു പോയിൻ്റ് ഓപ്ഷൻ ഡി പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഓഫ് റിസീവർ എന്ന് പറയുന്നത് അതൊരു ബാരിയറേ അല്ല. ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. റിസീവർക്ക് എന്തും ആയിക്കോട്ടെ എക്സ്പെക്റ്റേഷൻ, അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയർ ആണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് റിസീവർ. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 2 ആൻസേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഓഫ് റിസീവർ എന്നുള്ളത് നമുക്കൊരു ഫാക്ടറേ അല്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഓപ്ഷൻ എ, ബി, സി, അതായത് ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ ആൻഡ് വ്യൂ പോയിൻറ്റ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ, കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ, ആൻഡ് ഓപ്ഷൻ സി, ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഓഫ് സെൻഡർ. ഈ 3 പോയിൻറ്റും ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഐ നോ നിങ്ങൾ ഓൾറെഡി നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഞാനിത് എഴുതി വയ്ക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ പല ഫോമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ തന്നെ, പക്ഷേ ഓപ്ഷൻസ് ഡിഫറൻസ് ഉണ്ടാവും. സോ ഇതുപോലെ നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ ഇത് 3 ബാരിയർ ആണെന്ന് നമുക്കറിയാം, ഇത് ബാരിയർ അല്ലാന്ന് നമുക്കറിയാം. സോ ഇനി നമ്മളുടെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന മെയിൻ ക്വസ്റ്റ്യനിൽ ഇതിലേതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രോസ് ഔട്ട് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് നോട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോ എക്സ്പെക്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാണുമ്പോൾ നമുക്കൊരു വലിയ ക്വസ്റ്റ്യനായിട്ട് തോന്നാം, പക്ഷേ വായിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഹാൻഡിൽ ചെയ്യേണ്ട ആ ഒരു ട്രിക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെപ്സ് ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഈ ഒരു സ്റ്റെപ്സിൻ്റെ ക്വസ്റ്റ്യനിൽ ഞാൻ പല പ്രാവശ്യം നമ്മളുടെ ഈ ത്രൂ ഔട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. 2020 2019, 2018, 2017, 2016 ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, ഇപ്പോൾ സെറ്റിൻ്റെ തന്നെ വേണമെന്നില്ല, നെറ്റിൻ്റെ ആണെങ്കിലും മിക്ക കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ഈ ഒരു സ്റ്റെപ്സിൻ്റെ ഓർഡർ കറക്റ്റാക്കി എഴുതാനായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ല ഫെമിലിയർ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഈവൻ തോ ഞാനൊന്ന് സ്ട്രെസ് ഔട്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ വെച്ചാട്ടോ പറയുന്നത്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് റിസർച്ച് ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫോക്കസ് ചെയ്യണം. ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഇവാലുവേറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ റിപ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവാലുവേറ്റും റിപ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവാലുവേറ്റും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സും തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ്? റിപ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സ്. കാരണം നമ്മളൊക്കെ റിസർച്ച് എന്ന് പറയുന്ന ടേമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് എന്തായാലും റിസർച്ച് സീരീസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
എന്താണ് റിസർച്ച്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് റിസർച്ച് സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം റിസർച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം അവരുദ്ദേശിക്കുന്നത് നമ്മൾ ഒരു PhD ലെവലിൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലാണ് അവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് റിസർച്ചിൻ്റെ ഒരു ABCD എങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ റിസർച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. റിസർച്ചിൻ്റെ ടൈപ്പ് ഓഫ് സെക്ഷനിൽ നിന്ന് ഒരു സ്റ്റെപ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് റിപ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സ് എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഫിക്സ് ഔട്ട് ചെയ്യുക. അത് ലാസ്റ്റ് പോയിൻ്റാണ്. അതിന് തൊട്ട് മുകളിൽ വരുന്നതാണ് ഇവാലുവേറ്റ് സോഴ്സ് മെറ്റീരിയൽ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. ഇവാലുവേറ്റ് പോയിൻ്റ് വെച്ചിട്ടുള്ളതായിരിക്കും അതിന് തൊട്ട് മുകളിൽ വരുന്നത്. ആൻഡ് ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാം. സ്റ്റാർട്ടിൽ വരുന്നത് നമുക്കൊരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഐസൊലേറ്റ് എ പ്രോബ്ലം എന്നാണ് ഈ ഒരു ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഐസൊലേറ്റ് എ പ്രോബ്ലം, നമ്മളൊരു പ്രോബ്ലത്തിന് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലം, ആ കിട്ടിയ പ്രോബ്ലത്തിന് നമ്മൾ ഹൈപ്പോത്തസിസ് ഫോമിലേക്ക് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടത്, കളക്ട് ദ സോഴ്സ് മെറ്റീരിയൽ, ദെൻ ഇവാലുവേറ്റ് ആൻഡ് ലാസ്റ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കാതെ മൈൻഡിൽ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് ലാസ്റ്റ് ഇതുപോലെ സ്റ്റെപ്സ് വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്താണ്, റിപ്പോർട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സ്. അതിന് തൊട്ട് മുകളിൽ ആണെങ്കിലേ നമ്മളുടെ ഇവാലുവേറ്റ് വരുള്ളൂ. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലത്തിനെ ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഞാൻ ഓപ്ഷൻസ് ആയിട്ട് തന്നില്ല, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഞാൻ കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2010 എന്നുള്ളത് ഏത് സെക്ഷനിലേക്ക് വരും എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ സീരീസ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ഞാൻ കുറേ അധികം ടേംസ് ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഓക്കെ, ഞാൻ അതൊരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ സെക്ഷൻ വരുമ്പോൾ ഞാൻ അത്ര കാര്യമായിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാറുണ്ട്. സോ ഹയർ എഡ്യൂക്കേഷൻ്റെ സീരീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് പോലും നിങ്ങൾ പോകരുത്. ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ സീരീസിൽ ഇപ്പോൾ 5 മാർക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 മാർക്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അണ്ടർസ്റ്റുഡ്? എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഹയർ എഡ്യൂക്കേഷൻ സെക്ഷൻ്റെ ഒരു മാർക്ക് പോലും പോകരുത്. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് ഇറ്റ്. സോ അതിനുള്ള ടിപ്പുകളും ട്രിക്കുകളും ഞാൻ കുറേ അധികം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2010 എന്നുള്ളത് NCTE. ഓക്കെ, NCTEയുടെ കാറ്റഗറിയിലേക്ക് വരും. അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്ന് പറയുന്നത് MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ സെക്ഷനിലേക്കും. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് എഡ്യൂക്കേഷൻ പ്ലാനിങ് ഏതൊർക്കത്തിൽ ചോദിച്ചാലും നിങ്ങളോട് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. NUEPA. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്കറിയാം NU കഴിഞ്ഞിട്ട് EP കണ്ടോ, അതെന്താ, എഡ്യൂക്കേഷൻ പ്ലാനിങ് ആണ്. ഓക്കെ, അങ്ങനെ വേണം പഠിക്കാൻ എന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഹയർ എഡ്യൂക്കേഷൻ സീരീസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ മാർക്ക് സെക്യൂർഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് പോയിന്റിൽ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ്, അതിൽ SIEMAT, അതിൽ MA എന്ന് പറയുന്നതും അല്ലെങ്കിൽ EMA എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ അത് കോട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർച്വൽ ക്ലാസ് റൂമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വെർച്വൽ ക്ലാസ് റൂം അഥവാ ഓൺലൈൻ ക്ലാസ് റൂം വളരെയധികം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓൺലൈൻ
ക്ലാസ് റൂം റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ അതിൻ്റെ മെറിറ്റ്സും അതുപോലെ തന്നെ ഡിമെറിറ്റ്സും ഒന്ന് നോട്ട് ഡൗൺ ചെയ്തു വെക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഓൺലൈൻ ക്ലാസ് റൂം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സിമിലറാണ്, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മീനിങ് തന്നെയാണ് ഈ ഒരു വെർച്വൽ ക്ലാസ് റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെർച്വൽ ക്ലാസ് റൂം എന്തോ അയ്യോ ഞാൻ ഈ ഒരു ടേം കേട്ടിട്ടില്ല എന്നുള്ളൊരു ഡൗട്ട്ഫുൾ മൈൻഡിൽ നിങ്ങൾ ഇരിക്കേണ്ട. വെർച്വൽ ക്ലാസ് റൂം സെയിം ആസ് ഓൺലൈൻ ക്ലാസ് റൂം. ഓക്കെ, സോ വെർച്വൽ ക്ലാസ് റൂമിൻ്റെ ഒരു 2-3 സെൻറ്റൻസിൽ ഞാനൊന്ന് വേഗം പറഞ്ഞു പോവാം. വെർച്വൽ ക്ലാസ് റൂം ഇസ് എ ഓൺലൈൻ ലേണിംഗ് എൻവയൺമെൻറ്റ് ദാറ്റ് അലൗസ് ഫോർ ലൈവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ട്യൂട്ടർ ആൻഡ് ദ ലേണർ ആസ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റി. ട്യൂട്ടറും ലേണേഴ്സും ആയിരിക്കും അവിടെ പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കുന്നത് ആൻഡ് ദേ വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ആസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റേഴ്സ്. The most common tool you can find in virtual classroom is video conferencing, online whiteboard for real-time collaboration. So whiteboard ക്ലാസ് എടുക്കുന്ന മാഡത്തിൻ്റെ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിങ് ആണ് കൂടുതലായിട്ട് ഈ ഒരു വെർച്വൽ ക്ലാസ് റൂമിൽ കണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഞാൻ ഇതിനോടുകൂടി ആഡ് ഓൺ ചെയ്യാം. അതായത് 7 ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത് ആഡഡ് ഫ്ലെക്സിബിലിറ്റി ആണ്, സെൽഫ് പേസ്ഡ് ലേണിംഗ് ആണ്, നമ്മളുടേതായ രീതിയിൽ നമുക്ക് സെൽഫ് പേസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ബെറ്റർ ടൈം മാനേജ്മെൻറ്റ്, ഡെമോൺസ്ട്രേറ്റഡ് സെൽഫ് മോട്ടിവേഷൻ, നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ആൻഡ് ഇംപ്രൂവ് ദ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ, നമുക്ക് സ്ക്രീനിൽ നോക്കി സംസാരിക്കാൻ ആ ഒരു വെർച്വൽ എന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കൊളാബറേഷനും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ബ്രോഡ് ആൻഡ് ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവാണ് അല്ലേ. നമ്മൾ ക്ലാസ് റൂം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് വിട്ടുമാറി ചിന്തിക്കുന്ന ആ ഒരു ടൈമാണ് വെർച്വൽ ലേണിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്? ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് റിഫൈൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ, നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂ ടെക്നിക്കൽ സ്കിൽ. പണ്ട് നമ്മളുടെ പാരൻസൊക്കെ സ്കൂളിൽ പോയി ക്ലാസ് റൂമിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അവർ ക്ലാസ് റൂം ടീച്ചിങ് ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ ജനറേഷൻ വരുമ്പോൾ അതൊരു ഓൺലൈൻ ടീച്ചിങ് ആയി അല്ലെങ്കിൽ ഒരു വെർച്വൽ ലേണിംഗ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും, റൈറ്റ്? ഇനി അതിൻ്റെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പറയാം. ഓൺലൈൻ ക്ലാസ്സസ് അതിൻ്റെ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ചാലഞ്ചസ് ആണ്. അതായത് നമുക്കറിയാം വളരെ നല്ല എക്സ്പെൻസസ് ആവുന്ന ഒരു കാറ്റഗറിയാണ് വെർച്വൽ ക്ലാസ് റൂം. അതിനൊരു ലാപ്ടോപ്പ് വേണം, അതിനുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡിങ് ഫെസിലിറ്റി നമുക്ക് വേണം, അതിനൊക്കെ പൈസ ചിലവുള്ള കാര്യമാണ്, റൈറ്റ്? അതുപോലെ തന്നെ എക്സ്ട്രാ ട്രെയിനിങ്, ലാക്ക് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽ അതുപോലെ തന്നെ സോഷ്യൽ സ്കില്ല് ലാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് കോംപ്രമൈസ്ഡ്. ഇപ്പോൾ റിയലായിട്ട് ക്ലാസ് റൂമിൽ ചെയ്യേണ്ട കാര്യം നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യാണ്, റൈറ്റ് അല്ലേ? ഒരു പീരീഡ് ചിലപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട ഒരു പീരീഡ് ഉണ്ടാവും, പക്ഷേ നമ്മൾ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് എഫക്റ്റ് ഓഫ് എക്സസ് സ്ക്രീൻ ടൈം ഓൺ സ്റ്റുഡൻസ്, ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ഐസൈറ്റിനുള്ള പ്രോബ്ലം അല്ലേ. അതായത് അവർ ഫുൾ ടൈം ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണിന് അത് ഒരു സ്ട്രെയിൻ വരുന്നു, അതൊരു പ്രോബ്ലം വരുന്നു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും സ്പെക്സ് വയ്ക്കേണ്ട കാറ്റഗറിയിലേക്ക് വരുന്നു, റൈറ്റ്? ഇതുപോലുള്ള നമുക്ക് വരുന്ന കുറച്ചധികം ഡിമെറിറ്റ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമറി ഫോക്കസ് ഓഫ് കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ 2-year സെക്കൻഡറി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ടു മേക്ക് സ്റ്റുഡൻറ്റ് ടീച്ചർ. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഡിസിപ്ലിൻഡ് പ്രാക്ടീഷണർ, ഓപ്ഷൻ ബി റിഫ്ലെക്റ്റീവ് പ്രാക്ടീഷണർ ആൻഡ് ഓപ്ഷൻ സി ട്രാൻസാക്റ്റിംഗ് പ്രാക്ടീഷണർ ആൻഡ് ഓപ്ഷൻ ഡി മെത്തഡോളജി പ്രാക്ടീഷണർ. ഈ ക്വസ്റ്റ്യൻ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് യു പീപ്പിൾ ഗിവ് മീ ദ ആൻസർ. വാട്ട് വിൽ ബി ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. പ്രാഗ്മാറ്റിസ്റ്റ് ഫിലോസഫറും അതുപോലെ തന്നെ എക്സ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫേഴ്സ് 2 പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് പഠിക്കാനുള്ളൊരു ടിപ്പ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ചാൾസ് സാൻഡിയർ പിയേഴ്സ് ആൻഡ് വില്യം ജെയിംസ് എന്നുള്ളത് പ്രാഗ്മാറ്റിസ്റ്റ് ഫിലോസഫേഴ്സാണ്. അതുപോലെ തന്നെ ഡെയിൻ സൊറീൻ കെറിക് ഗാർഡ് ആൻഡ് ഫെഡറിച്ച് നീഷ്ചെക്ക് എന്നുള്ളത് എക്സ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫേഴ്സാണ്. ഇത് പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ചാൾസ് സാൻഡിയർ പിയേഴ്സ് ആൻഡ് വില്യം ജെയിംസ്, അത് കഴിഞ്ഞിട്ട് CPW എന്നെഴുതുക. C for ചാൾസ്,
P for pragmatist and W for William James. So CPW എന്ന് പറയുന്നത് ചാൾസ് ആൻഡ് പിയേഴ്സ്, പ്രാഗ്മാറ്റിസ്റ്റ് ആൻഡ് വില്യം ജെയിംസ്. അവിടെ ഒരു നിമോണിക് നിങ്ങൾക്ക് കിട്ടിയോ? CPW. ചാൾസ് അറ്റത്ത് അനദർ എൻഡിൽ വരുന്നത് വില്യമാണ്, നടുക്ക് വരുന്നത് ആരാ? പ്രാഗ്മാറ്റിസ്റ്റ്. സോ പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത് ചാൾസും അതുപോലെ തന്നെ വില്യമും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർക്കുക, നമ്മളിപ്പോൾ CPU എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ CPW, ചാൾസ്, പ്രാഗ്മാറ്റിസ്റ്റ്, വില്യം ജെയിംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡെയിൻ സോറൻ ആൻഡ് ഫെഡറിച്ച്. അതിൻ്റെ ഗ്യാപ്പിൽ എഴുതുക എക്സ്റ്റൻഷ്യലിസ്റ്റ്, DEF. നമ്മളുടെ ABCDEF അത് തന്നെ, DEF, ഡെയിൻ, എക്സ്റ്റൻഷ്യലിസ്റ്റ്, ഫെഡറിച്ച്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് ട്രിക്ക്, give a thumbs up and let me know how many of you people like this trick. Okay, so with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.